മാൻ സിറ്റി ഇത്ര ദുരന്താവുന്ന ലൈക്ക് ദുരന്തം എന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കാത്തത് ഒരു സൈഡ്, അത് പോട്ടെ, ഡിഫെൻസീവ്ലി അവർ എങ്ങനെ ഇത്രയും പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നു? ഒരൊറ്റ റോഡ്രി ആൻസർ ഉള്ളൂ, ഇല്ലാത്ത റോഡ്രി. എടാ റോഡ്രി ഞാൻ ആക്ച്വലി ഡിഫൻസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അറ്റാക്കിലും അവർ ഇത്ര പെട്ടെന്ന് വീക്കാവുമെന്ന് വിചാരിച്ചില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു റോഡ്രിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് തോന്നുന്നു അതിലും. ലൈക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ട്രാൻസിഷൻസ്. എടാ മാൻ സിറ്റിയുടെ കളിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അവരുടെ മിഡ്ഫീൽഡ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കണേ, ലൈക്ക് പെപ് ഗാർഡിയോളയുടെ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്. ലൈക്ക് പാസിങ് പാസിങ് പാസിങ്, ആ ഗെയിം മൊത്തം കൺട്രോൾ ചെയ്ത് പിടിക്കാൻ. സോ ഒരു ഒരു ടീമിന്റെ കൺട്രോളിനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് അവന്റെ മിഡ്ഫീൽഡ്. ലൈക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിരുന്നു റോഡ്രി. അത് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഇതാണ്. ലൈക്ക് ഇനി ആൾക്കാർ ചോദിക്കുന്നത് റോഡ്രി ഡിസേർവിംഗ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകളടുത്ത് മാൻ സിറ്റി റോഡ്രി ഇല്ലാതെ എന്താ കാട്ടിക്കൊണ്ടെന്ന് കാണിച്ചു നോക്കിയാൽ മതി. അല്ല, ഞാൻ ഒരു കാര്യം, റോഡ്രി കളിക്കാത്ത മാച്ചസിലും സിറ്റി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സീസൺ തന്നെ. തുടക്കത്തിലത്തെ മാച്ചസ് അതിൽ കോവച്ചിച്ച് കളിച്ച എല്ലാ കളിയും അവൻ നന്നായി കളിച്ചിട്ടുണ്ട്. ആ ഒരു പോയി, പക്ഷെ കഴിഞ്ഞ മാച്ച് കോവച്ചിച്ച് കളിച്ചപ്പോഴും മോശമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത് ഗുണ്ടോഗനും ബെർണാഡോ സിൽവയാണ്. ഇവർ രണ്ടുപേരും കളിപ്പിക്കുന്ന കാലം അവര് ഭയങ്കര സ്ലോ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഗുണ്ടോഗൻ തിരിച്ചു വന്ന ശേഷം പഴയ ഗുണ്ടോഗന്റെ ആ ഒരു ഇതൊന്നുമില്ല. കാരണം KDB ഉള്ളപ്പോൾ ഗുണ്ടോഗൻ അങ്ങനത്തെ റൺസ് ഒക്കെ എടുക്കുമ്പോൾ KDB അവനെ ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ ഗുണ്ടോഗൻ അങ്ങനത്തെ അവന്റെ മെയിൻ ആ ഒരു ഇന്റലിജന്റ് ആയിട്ട് എടുക്കുന്ന റൺസും പൊസിഷനിങ് ഒക്കെയാണ് അവന്റെ സ്ട്രെങ്ത്. അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈപ്പ് പ്ലെയർ ഇല്ല ആ ടീമിൽ പാസ് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായോ? റോഡ്രി മാത്രമായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവര് തോറ്റതൊക്കെ നല്ല ലൈക്ക് അത്യാവശ്യം അത്ര അടിപൊളി ടീംസ് ആയിട്ടൊന്നുമല്ല. ഇപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് തോറ്റത് ഐ തിങ്ക് ഹോമിലായിരുന്നു, അല്ലേ? ഹോം ഗെയിം തന്നെ ആയിരുന്നു അത്, എത്തിഹാദിലായിരുന്നു തോറ്റ്. കഴിഞ്ഞ മാച്ച് ടോട്ടൻഹാമിന് 2 സെന്റർ ബാക്സ് ഇല്ല. അവരുടെ മെയിൻ ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതായത് ബെന്റങ്കർ ഇല്ല. എന്നിട്ടാണ് ഈ കളി അവരൊരു ഗോള് പോലും അവർ അടിച്ചിട്ടില്ല. അതാണ് സർപ്രൈസിങ്. അറ്റ്ലീസ്റ്റ് മാൻ സിറ്റി എന്നുള്ള ടീം ഡിഫൻസിൽ കുറെ ഗോൾസ് ലീക്ക് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ അവർ ഗോൾസ് തിരിച്ചടിക്കാനുള്ള ഒരു ടീം ഉണ്ട് അവരുടെ. അതെ, അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും. ലൈക്ക് എസ്പെഷ്യലി എത്തിഹാദിൽ ഇതിനു മുമ്പും അങ്ങനെ നടന്നിട്ടുണ്ട്. അവര് 1-0 2-0 താഴെ പോയിട്ട് കംബാക്ക് നടത്തിയിട്ടുണ്ട്. സോ നമ്മൾ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു റിയാക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ പോലെ. അതാണ് എനിക്ക് എന്നെ ഞെട്ടിപ്പിച്ച്. ലൈക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഡു യു തിങ്ക് ലൈക്ക് കെവിൻ ഡി ബ്രൂയ്നെ ഈസ് എ ഷാഡോ ഓഫ് ഹിസ് പാസ്റ്റ് സെൽഫ്? അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് ഓഫ് കോഴ്സ്, കാരണം ഹീസ് നോട്ട് ആസ് ഫിറ്റ് ആസ് സല. ഇപ്പോൾ നല്ലൊരു കമ്പാരിസൺ ഐ തിങ്ക് സല ആയിരിക്കും. കാരണം സലയുടെ കൺസിസ്റ്റൻസിയുടെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സലയുടെ ഫിറ്റ്നസ് തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഡെ ബ്രൂയിനെ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ ഹു ഇസ് ഫിറ്റ്. ഐ തിങ്ക് വേറൊരു നല്ല എക്സാമ്പിൾ സോനായിരിക്കും. ഹ്യൂമിങ് സോനും ഇതേപോലെ ലൈക്ക് ആ ഒരു ഫിറ്റ്നസ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഏജ് ക്യാച്ചപ്പ് ചെയ്യുന്ന ഒരു സയൻസ് കളിയിൽ കാണാനുണ്ട്, അവൻ്റെ പേസിലാണെങ്കിലും ഒക്കെ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹിസ് ലാസ്റ്റ് സീസൺ മോസ്റ്റ് ലൈക്ലി സിറ്റിയിൽ. അല്ലെങ്കിൽ അതൊരു മണ്ടത്തരായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു ലീവ്. ഫോർഡൻ എങ്ങനാ? ഫോർഡന് അവന് കളിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പൊസിഷനിൽ അവരെ കളിപ്പിക്കട്ടെ. ഫോർഡൻ ആക്ച്വലി കളിച്ച എല്ലാ ഗെയിമും നന്നായിരുന്നു. ലൈക്ക് അങ്ങനെ ലൈക്ക് കഴിഞ്ഞ സീസൺ അവൻ കളിച്ച ഒരു കളിയല്ല ഈ സീസൺ. കുറച്ചും കൂടെ അവന് ആ ഒരു പ്ലേ മേക്കിംഗ് അങ്ങനത്തെ ഒരു സ്കിൽ സെറ്റ് അവൻ്റെ അടുത്തുനിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡെബ്രൂയിനെ ഇല്ലാത്തതിൻ്റെ കുറവ് ഒക്കെ അവന് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം അവൻ പണ്ട് കളിച്ച ആ ഒരു കളി അവന് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറവുകൾ ആ ടീമിൽ കാണുന്നുണ്ട്. ഇപ്പോൾ റിക്കോ ലൂയിസ് ഒക്കെ ഇപ്പോൾ അവനൊക്കെ ആ ടീമിൽ ഒന്ന് വന്ന് കയറി സ്റ്റേബിളായി വരുമ്പോഴേക്ക് ടൈം എടുക്കും. ബിക്കോസ് ഹീ സ്റ്റിൽ ലൈക്ക് 20 years old. എന്താണ് ഒരു 20 years oldന് അടുത്ത് നിന്ന് എന്തുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം? ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫോർഡന് അവൻ്റെ ബെസ്റ്റ് പൊസിഷനിൽ കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ ഇഷ്യൂ ആ ടീമിൽ. ദേ ഷുഡ് പ്ലേ ദാറ്റ് ഗായ്. നോ, എന്താ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ഒരു ചെക്കനില്ലേ,
സവി മറ്റേസ് ന്യൂനിയസ് പറഞ്ഞൊരു പ്ലെയർ മത്യാസ് ഉണ്ട് ആ ന്യൂനസ് ടീമില്. സെൻട്രൽ മിഡ്ഫീൽഡ് അല്ലേ കളിക്കുന്നവൻ? അല്ല, ലെഫ്റ്റ് വിങ്ങിലാ കളിക്കുക സിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഡോക്കൂനും ഇഞ്ചുറി ആയി, ഗ്രീലിഷിനും ഇഞ്ചുറി ആയ ടൈം ഇവനെ കളിച്ചിരുന്നു ഇടയിൽ. അവന് കുറച്ചും കൂടെ മിഡ്ഫീൽഡിലും ഒക്കെ കളിക്കാനുള്ള നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് അവൻ മിഡ്ഫീൽഡായിരുന്നു കളിച്ചിരുന്നത് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയില്ല. ബട്ട് അവന് കുറച്ചും കൂടെ ഫിസിക്കാലിറ്റി ഉണ്ട്, കുറച്ചും കൂടെ അവന് ഒരു കമ്പോഷർ ഉണ്ട് കളിയിൽ. അത് ആർക്കും കാണില്ല. ബെർണാഡോ സിൽവനൊക്കെ തട്ടേണ്ട സമയം കഴിഞ്ഞു, സത്യം പറയാലോ. അത്രയും മോശമായിട്ടാണ് കളിക്കുന്നത്. സോ അതൊക്കെ പെപ്പിന് എന്താണെന്നറിയില്ല. പെപ്പ് ഭയങ്കര ഒരു സ്റ്റബ്ബേൺ ആണെന്ന് തോന്നുന്നു. അവൻ വിചാരിച്ച ഐഡിയ തന്നെ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റബ്ബേൺനെസ് പെപ്പിന് ഒരുപാട് ക്യാമറ പറ്റി കുറെ നേരമായാലോ 360 ഇറക്കാൻ തുടങ്ങിയിട്ട്. ചെറുതായിട്ടത് പണി പണി ഡിംബാലാണ് വെച്ചിരിക്കുന്നത്. ഗിംബലൊന്ന് ചൂടായതാ, ഇപ്പൊ ശരിയാക്കി. ഇടയ്ക്ക് മോഷൻ ഷോട്ട്സ് ഒക്കെ എടുക്കുക. ഇടയ്ക്ക് തിരിഞ്ഞ് ട്രാൻസിഷനൊക്കെ ഇപ്പൊ ഫുള്ള് പോയി. സൂപ്പർ. ഇപ്പൊ വരാ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. And Liverpool currently 69% chance of winning the Premier League. 8 points by the way, clear. അത്രയൊക്കെ 8 points ഒരു കാര്യം clear. ചോദിക്കണം വിചാരിച്ചു. ഡു യു തിങ്ക് they are missing Palmer? പാമർ. ഏയ് അതെങ്ങനെ പറയാൻ പറ്റും? പാമർ കഴിഞ്ഞ സീസൺ മുതൽ പോയതല്ലേ. കഴിഞ്ഞ സീസൺ ബട്ട് അവർക്ക് മാനേജബിൾ ആയിരുന്നു. ഈ സീസൺ പക്ഷേ പാമറിന്റെ അല്ലടാ ഇഷ്യൂ. പെപ്പ് കളിക്കുന്ന സിസ്റ്റമിൽ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പാമർ ഷൈൻ ചെയ്യുന്നു. എന്താ പറയട്ടെ, കാരണം പാമർ കുറച്ചും കൂടെ ഫ്രീഡം ആവശ്യപ്പെടുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ആ ഫ്രീഡം ആ ടീമിലോ അല്ലെങ്കിൽ അവൻ ആ അവസരം കൊടുക്കാത്തതുകൊണ്ട് തന്നെയല്ലേ അവൻ വിട്ടത്. അപ്പൊ അവൻ നിന്നിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പാമർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഹിൽ ബി എ സ്റ്റാർട്ടിങ് പ്ലെയർ ആസ് ലോങ് ആസ് ബെർണാഡോ സിൽവ ഇസ് ദേർ ഇൻ ദാറ്റ് പൊസിഷൻ. അല്ല, ഞാൻ ചോദിച്ചത് ലിവർപൂൾ കപ്പടിക്കുമെന്ന് പറ, കേക്കട്ടെ ഞാൻ. ഇപ്പളേ പറയണോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ഇനിയൊരു ഇഞ്ചറി ഇവർക്കും കൂടി വന്നാൽ അത് ഇവർക്ക് താകാൻ പറ്റുമെന്നും കൂടി നമ്മൾ നോക്കട്ടെ. ഞങ്ങൾക്ക് ആകെ പേടി ഗ്രാമംബർക്കിനുള്ള ഇഞ്ചറി, സാലക്കുള്ള ഇഞ്ചറി. ഇത് രണ്ടു കടി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ പൂഞ്ചു. ഇതിലാർക്കെങ്കിലും പേടിയില്ലാത്ത വാൻഡേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടോ ഞങ്ങൾക്ക്. ഗോമസോ ക്വാൻസോ ആരെങ്കിലൊക്കെ കളിപ്പിക്കാം, അങ്ങനെ മനസ്സിലായോ? പക്ഷെ ഇവർ രണ്ടുപേരും ആ ഗ്രാമ്പൊക്കെ ബോൾ ക്യാരി ചെയ്തിട്ട് ഡീപ്പിൽ എടുത്തോണ്ട് പോകുന്ന ആ ഒരു അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് പ്ലേ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. എനിക്ക് ലൈക്ക് തിയാഗോന്റെ ഒക്കെ ഒരു കളിയുണ്ട്. ഡീപ്പിൽ നിന്ന് വന്നിട്ട് ടേൺ ചെയ്തിട്ട് ബോള് സ്പേസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവ്. അതുപോലത്തെ ചില എബിലിറ്റീസ് ഉണ്ട് ഇവന്. അവൻ ബോൾ റിക്കവറി അടിപൊളിയല്ലേ, നന്നായിട്ട് റിക്കവർ ചെയ്യും. മിഡ്ഫീൽഡ് പ്രസൻസ് അടിപൊളിയാണ് ലിവർപൂളിന്റെ. ഇപ്പോ അതായിരുന്നു കഴിഞ്ഞ സീസൺ ഒക്കെ. സോ ദേർ ഇസ് പൊട്ടൻഷ്യൽ, ബട്ട് ഐ തിങ്ക് 1-2 ഇഞ്ചുറി വന്നാൽ തന്നെ പൊളിയാൻ സാധ്യതയുള്ളൊരു റണ്ണാണ്. ഐ തിങ്ക് ഒരുപാട് ഓവർ പെർഫോം ചെയ്ത ഒരു ടീമാണ്. കാരണം ഇപ്പം കഴിഞ്ഞ കളി പോലും സൗത്താംപ്ടൺ ആയിട്ടുള്ള കളിയിൽ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫുൾ കളി കണ്ടില്ല, പക്ഷെ ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് ലിവർപൂൾ വളരെ മോശമായിട്ടാണ് കളി തോന്നിയത്. അൺടിൽ ദാറ്റ് സെക്കൻഡ് ഹാഫ് ലൈക്ക് സാല ഈസ് ലിറ്ററലി സേവിങ് ദം എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അങ്ങനെ ഒരു ക്ലിനിക്കൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വിങ്ങർ അവർക്ക് ആ ടീമിലില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലയ്ക്ക് ഇഞ്ചുറി ആയിട്ട് അതേ ടീമിൽ കിയേസി ആണ് കളിച്ചിരുന്നെങ്കിൽ ഇതേ ടീം ഈ പൊസിഷനിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വേണമെങ്കിൽ ഒപ്പിട്ട് തരാം. കാരണം അത്രയും ഡിസൈസീവ് ആണ് സാല. അപ്പോൾ സാല സ്ട്രൈക്ക് ചെയ്യുന്നവരെ ഐ തിങ്ക് ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് കുറച്ചും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ലൈക്ക് കുറച്ചും കൂടെ ഗാക്പോനൊക്കെ ഇൻവോൾവ് ചെയ്യണം. UCL മാത്രം നോക്കിയിട്ട് കാര്യമില്ല. സോ അവർക്കൊരു ലാപ്സ് വരാണ്ടിരിക്കണം ഫുൾ ഫോക്കസോടെ. കാരണം സിറ്റി നമുക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യമാണ്, അവർ ഫസ്റ്റ് ഹാഫിൽ പൊതുവെ എത്ര സ്ലോ ആണെങ്കിലും സിറ്റി ഓൾവേസ് ഹാസ് എ ടെൻഡൻസി ടു കം ബാക്ക് നോ മാറ്റർ വാട്ട്. കാരണം അവർക്ക് അത്രയും ഒരു ഡെപ്ത് ഉള്ള ഒരു ടീമായതുകൊണ്ട് തന്നെ ലിവർപൂളിന് ആ ഒരു സർവൈവ് ചെയ്യാൻ പറ്റണം.
ഐ തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു. കാരണം ആർനെ സ്ലോട്ട് അങ്ങനെ റിസ്കി മാനേജർ അല്ല. ഹീസ് വെരി സെൻസിബിൾ. എനിക്ക് കുറച്ചുകൂടി പലപ്പോഴും അങ്ങനെ ഫിറ്റ്നസിന് ഫോക്കസ് കൊടുക്കുന്ന മാനേജറാണ്. ലൈക്ക് അതെ. പെർഫോമൻസ് ആൻഡ് ഫിറ്റ്നസ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് എടുക്കുന്ന ആളാണ്. ഉം. സോ മേ ബി ഹി ക്യാൻ സീ ത്രൂ. അതെ, ഡെഫിനറ്റ്ലി. ഐ മീൻ അവർ തന്നെയാണ് ലൈക്ലി ടൈറ്റിൽ വിന്നേഴ്സ്, ലൈക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നോക്കുമ്പോൾ. ആൻഡ് ഈ സ്റ്റേജിൽ 8 പോയിന്റ് ലീഡ് എടുത്തിട്ടുള്ള ഒരു ടീമും പ്രീമിയർ ലീഗ് ജയിക്കാതെ പോയിട്ടില്ല. ലൈക്ക് ആഫ്റ്റർ 13 ഗെയിംസ്. ബോട്ടിലെയാതിരുന്നാ മതി. ടിൻഡു, നീ എനിക്ക് കുറച്ചു നേരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ വയ്യല്ലോ നിനക്ക്. നീ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ അടുത്ത unbeaten ഗെയിം run എന്തൊക്കെയായിരുന്നു അന്ന് ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അങ്ങനല്ല ഞാൻ പറഞ്ഞു, ഞാൻ ക്വാർട്ടർ എന്നാ പറഞ്ഞു, അൺബീറ്റൺ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നീ അത് വിട്. എടാ ഓർമ്മയില്ല മറ്റേ 99 പോയിന്റ് കിട്ടിയിട്ട് തോറ്റ ലിവർപൂള്. എന്നൊരു ചേട്ടാ ഒരു ഗെയിം കിട്ടിയാൽ മതിയായിരുന്നു പ്രീമിയർ ലീഗ് ഓൾ ടൈം റെക്കോർഡായ എന്നെ തേങ്ങായെന്ന് പറഞ്ഞേ. അതിലൊക്കെ ഇനി ഞാൻ വരാം. ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. നീ ലൈക്ക് സാലയുടെ കാര്യം പറഞ്ഞപ്പോ ലിവർപൂൾ ഫാൻസ് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പൊ. സാല ഇപ്പൊ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി മോർ ഔട്ട് ദാൻ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പുതിയൊരു കോൺട്രാക്ട് കിട്ടാത്തതിൽ ഭയങ്കര ഡിസപ്പോയിന്റ് ആണ്. നീ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ബെസ്റ്റ് അറ്റാക്കർ, മേ ബി ബെസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം ലിവർപൂളിന്റെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവൻ ജെറാർഡിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇവനെ കൊണ്ടു നോക്കാം, സാലേനെ. മേ ബി ഒരു ഒപ്പീനിയൻ. സോ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഓക്കെ 32 വയസ്സായി, ബട്ട് അവന്റെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഇനിയും എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 3 years ഷുവറായിട്ട് അവനിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ അവന് കോൺട്രാക്ട് കൊടുക്കാത്തതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നു. ആൻഡ് ഓൾസോ ട്രെൻഡ് ആൻഡ് വിർജിൽ വാൻ ഡൈക്ക് ആർ ഓൾസോ ഓൺ ദെയർ ലാസ്റ്റ് ഇയേഴ്സ്. സോ എന്താണ് FSC ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതില് ട്രെൻഡിനെയും സാലനെങ്കിലും ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നഷ്ടമാണ്. രണ്ട് സൂപ്പർ വിദഗ്ധന്മാരുണ്ടല്ലോ നിങ്ങൾക്ക്. എന്താ എഡ്വാർഡും വേറെ തന്നെ പേരെന്ന്? അല്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും സാലയുടെ കോൺട്രാക്ട് സിറ്റുവേഷനിൽ ഒരു 3 വർഷം മുമ്പ് 2021 കോൺട്രാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ ആയിന്ന്, 21 22 അറിയില്ല. ആ സമയത്ത് ഡിസംബറിന്റെ ലാസ്റ്റിലാണ് കോൺട്രാക്ട് പുതുക്കിയത്. മനസ്സിലായോ? അതായത് ആ ഒരു ടൈമിലാകുമ്പോഴാണ് കോൺട്രാക്ട് പുതുക്കി. സൗദിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും സാല പുതുക്കി. ആൻഡ് മേ ബി മാനേജ്മെന്റിൽ പ്രഷർ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും സാല അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത്, അങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞത്. ലൈക്ക് ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് എന്ന് പറയുമ്പോൾ മേ ബി ദർ വിൽ ബി എ പ്രഷർ. സോ അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, ബട്ട് മേ ബി ഫ്യൂച്ചറിൽ നടക്കാൻ പറ്റും. ബട്ട് ഈ ഫാൻസ് ഹാപ്പി അല്ല അവൻ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവന്റെ സ്റ്റാറ്റ്സ് നോക്കി, നീ പറഞ്ഞ പോലെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 16 ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്ത വേറെ ഏത് പ്ലെയർ ഉണ്ട് പ്രീമിയർ ലീഗിൽ? ആ 16 കോൺട്രിബ്യൂഷൻസ് ഇല്ലായിരുന്നെങ്കിൽ 13ാം സ്ഥാനം. എന്താണ്? അല്ല, ഭയങ്കര ഡിസൈസീവ് ഗോൾസ് എന്ന് പറയാ. ലൈക്ക് നിങ്ങളെ ലിറ്ററലി കരകയറ്റിയ ഗോൾസ് കൂടുതലാണ്. ലൈക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ. അപ്പൊ ഒരു ടീം എല്ലാ കളിയും 3-4 ഗോൾ അടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രൈറ്റണോ അങ്ങനത്തെ ഒരു ടീമല്ലല്ലോ. നിങ്ങൾ അടിക്കണ 2 ഗോളാണെങ്കിൽ 2 ഗോളിലും എന്തായാലും സാല ഇൻവോൾവ് ആയിരിക്കും. അല്ലെങ്കിൽ 3 ഗോളാണെങ്കിൽ അതിലെന്തായാലും 2 ഗോള്. സോ ഏതൊരു ഗോൾ എടുത്താലും അതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് സാലയ്ക്ക്. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കളിയിലും ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡള്ളായിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ഇവൻ അങ്ങോട്ട് ഹി ബിക്കംസ് എ ഡിഫറെന്റ് ബീസ്റ്റ്. ആൻഡ് അത് എനിക്ക് നല്ലൊരു ഒബ്സർവേഷനായി തോന്നി. കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കഴിഞ്ഞ സീസൺ വരെ ക്ലോപ്പ് ഉള്ള ടൈം വരെ എന്താന്ന് വെച്ചാൽ ലിവർപൂൾ എപ്പോഴും ഹൈ പ്രസ്സിങ്, ഹൈ വോൾട്ടേജ് ഫുട്ബോളാണ്. ഒബ്വിയസ്ലി കൺസിഡറിങ് സാലയുടെ ഏജും എത്ര ഫിറ്റ് ആണെങ്കിലും ഒരു ഡിക്ലൈൻ വരും വിത്ത് ഏജ് പ്രൊഫഷണൽ അത്ലറ്റ്സിന്. അപ്പോൾ സാലയ്ക്ക് ആ ഒരു ഹൈ വോൾട്ടേജ് ഫുട്ബോൾ
ിന്റെ ഒരു സിസ്റ്റത്തിൽ കളിക്കണ പോലെയല്ല ഇപ്പൊ ആർനെ സ്ലോട്ടിന്റെ കീഴിൽ. കാരണം ആർനെ സ്ലോട്ട് നല്ല കൺട്രോൾഡ്, കുറച്ചും കൂടി സ്ലോ പേസ്ഡ്, പൊസിഷൻ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പല ടീംസുമായി കളിക്കുമ്പോൾ സാല 70 മിനിറ്റിന് ശേഷം ഹീ ഈസ് ദ മോസ്റ്റ് ആക്റ്റീവ് പ്ലെയർ ആൻഡ് ഹീ വോണ്ട്സ് ടു സ്കോർ ഗോൾസ്. ലൈക്ക് ഹീ സ്റ്റിൽ ഈസ് വെരി ഫ്രഷ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സാലയുടെ അത്ര തന്നെ ഫ്രഷ്നെസ് ഉണ്ട് ഈവൻ 60 മിനിറ്റോ 70 മിനിറ്റോ കഴിഞ്ഞാലും. കാരണം അതുമാതിരി ഒരു കണ്ടീഷനിങ് ആണ് ക്ലോപ്പെറയിൽ കിട്ടിയത്. അപ്പൊ ഫോർ ഹിം ഇറ്റ്സ് വെരി ഈസി, മനസ്സിലായോ? ആൻഡ് ഹീസ് ഹംഗ്രി ടു സ്കോർ. എല്ലാ ചാൻസും ഹീസ് ലൈക്ക് ലുക്കിംഗ് ടുവേർഡ്സ് ദ ഗോൾ ലൈൻ. അത്രയും എഫിഷ്യന്റ് ആണ്. ആ എഫിഷ്യൻസി എന്താന്ന് വെച്ചാൽ അവൻ ടയേർഡ് അല്ല ലാസ്റ്റ് മൊമെന്റ്സിൽ. നേരെ മറിച്ച് ബാക്കിയുള്ള ഡിഫൻസസും ബാക്കിയുള്ള ടീംസിന്റെ മൊത്തം ഒരു ടയർഡ്നെസ് വന്നിട്ടുണ്ടാവും. ബട്ട് ഹീ സ്റ്റിൽ ഫ്രഷ്. എനിക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാലയുടെ ഔട്ട്പുട്ട് നല്ല ഇംപ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി കീപ്പിംഗ് ഹിം ഇസ് യുവർ ബെസ്റ്റ് ഡിസിഷൻ. അത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യാം. കാരണം സാല തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇറ്റ്സ് മോർ ലൈക്ലി ദാറ്റ് ഐ എം ഗോയിങ് ഔട്ട് ദാൻ സ്റ്റേയിങ്. കാരണം ഇന്നേ വരെ ടോക്സ് നടന്നിട്ടില്ല എന്ന് അവൻ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ അതിലൊരു വെറി ഉണ്ട് അല്ലേ? പക്ഷെ കോൺട്രാക്ട് ടോക്സ് നടക്കുന്നുണ്ടെന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ, എന്താ മൂപ്പരെ പേര്, മൂപ്പര് എന്തോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ റൂമർ കേൾക്കുന്നു. ബട്ട് നീ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സിന്റെ ഒരു ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ലൈക്ക് പെർ 90 അസിസ്റ്റ് ഇൻവോൾവ്മെന്റിൽ, പെർ 90 ഗോൾ ഇൻവോൾവ്മെന്റിൽ 4ാം സ്ഥാനം, പെർ 90 അസിസ്റ്റ് ഇൻവോൾവ്മെന്റിൽ 2ാം സ്ഥാനം. എന്റെ പൊന്നോ, 32 വയസ്സ്. And he was always a winger. Winger ആണ്. അതെ, So മറ്റുള്ളവർ പോലല്ല. crazy. അഗ്വേരോ ഒക്കെ Crazy. പ്യൂർ സ്ട്രൈക്കിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്നത്. What about Trent? I mean, Trent, I think റിയൽ മാഡ്രിഡിന് ഭയങ്കര ഈഗർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ട്രെൻഡ്. എന്താടാ, നിനക്ക് കിട്ടുമോ ട്രെൻഡിനെ, അതോ ഞങ്ങൾ ലോക്ക് ചെയ്യോ കോൺട്രാക്ട്? ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ നല്ല ഡെസ്പറേറ്റ് ആണെന്ന് തോന്നുന്നു ട്രെൻഡിന്. ആദ്യം ഒന്ന് ആശുപത്രി ബില്ലൊന്ന് അടച്ചു തീർക്കട്ടാ. ആശുപത്രി ബില്ലൊക്കെ ഞങ്ങൾ ആൻഫീൽഡിൽ വന്ന് തേച്ചൊട്ടിച്ചു കൊടുത്തോളാം അടുത്ത ആഴ്ച, 2 ദിവസത്തിനുള്ളിൽ. അത് നമുക്ക് കളിയിൽ കാണാം. അത് വേറെ നല്ല കോൺഫിഡൻസ്. അതൊക്കെ കാണടാ. ഇത്രയും പേര് ആശുപത്രിയിൽ ഉണ്ടായിട്ടും അവന്റെ കോൺഫിഡൻസ്. എടാ, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്റ്റാർ പ്ലെയർ, ഒരു ജെം ഞങ്ങളുടെ ടീമിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ബോബിയാണോ? നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ആര്. ബോബി സ്റ്റാർ ആണ്, പക്ഷെ അവനല്ല. നിങ്ങളുടെ പുതിയ സെന്റർ ബാക്ക് അസെൻസിയോ ഫ്രം ഓ അക്കാഡമി. മോനെ ഇനി എന്ത് വേണം? ആ അസെൻസിയോ അല്ല, ഇത് പേര് കേട്ട അക്കാഡമി. അക്കാഡമിന്ന് വന്ന് ഒരു പ്ലെയർ പോലും ടീമിൽ കളിച്ചിട്ടില്ല ഇതുവരെ. അവനാണ് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സെന്റർ ബാക്ക് വിത്ത് വാൽവർഡെ അറ്റ് റൈറ്റ് ബാക്ക്. അങ്ങനെ ഞങ്ങള് കളിക്കുന്നത്. വാൽവർഡേനെ ക്യാപ്റ്റനൊക്കെ ആക്കി. വാൽവർഡെ മിഡ്ഫീൽഡ് കളിക്കേണ്ട പ്ലെയറാടാ, വെറുതെ റൈറ്റ് ബാക്ക് കളിച്ച അയാളുടെ പൊട്ടൻഷ്യൽ കളയില്ലേ. എടാ, വാൽവർഡെ കളിക്കും, ടീമിന് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൻ ക്യാപ്റ്റനാണ് ഇനി ഞങ്ങളുടെ. നിങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ അവനാ ക്യാപ്റ്റൻ. അത് വിട്, അതൊക്കെ വിട്. നമ്മള് ട്രെൻഡിനെ കുറിച്ചല്ലേ സംസാരിച്ചു. ഒന്നാമത് ആ ചെക്കന് ആദ്യം മര്യാദക്ക് ഫിറ്റ്നസ് ഒക്കെ ശരിയാക്കിയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ജൂണിൽ നടക്കും. ജാനുവരിയിൽ എന്തായാലും നടക്കില്ല, എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ഞങ്ങൾ ആവശ്യം ഇങ്ങളല്ലെങ്കിൽ 100 ആൾക്കാരുണ്ടോ ഓനെ കൊത്തിക്കൊണ്ട് ഫ്രീ ട്രാൻസ്ഫർ ആണെങ്കിൽ. പക്ഷെ അവൻ ഏറ്റവും ലൈക്ലി വരാൻ ഞങ്ങളുടെ അടുത്തായിരിക്കും. കാരണം വേജ് ഒക്കെ ഒരു വിഷയല്ലേ. ഐ മീൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ ബെസ്റ്റ് റൈറ്റ് ബാക്ക്. അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക്. അവനിപ്പോ കിട്ടുന്നത് അറൌണ്ട് 12 മില്യൺ യൂറോസ് കൊണ്ടാണ് ഇപ്പത്തെ വേജ്. റിയൽ മാഡ്രിഡ് വന്നു കഴിഞ്ഞാൽ അവന്റെ ഇടാൻ പോകുന്ന വേജ് സ്ട്രക്ചറിൽ ആക്ച്വലി ഒരു പേ കട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് അങ്ങനെ എന്തോണോ ഞാൻ കേട്ട ന്യൂസ്. ഒരു പല ടിയർ ഉണ്ട് റിയൽ മാഡ്രിഡിന്റെ വേജ് സ്ട്രക്ചറിന്. അതിൽ ഏതോ ഒരു ടിയറിലാണ് ഇവര് വരിക.
സോ അത് ഒരു പേ കട്ടായിരിക്കും ലിവർപൂളിനെ കമ്പയർ ചെയ്തിട്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു അർണോൾഡ് റിയൽ മാഡ്രിഡിലേക്ക് പോവാനാണെങ്കിൽ അവൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബേസിലാണ് പോകുക. അവന് ബാലൻഡോർ അടിക്കണമെന്നുള്ളൊരു ആഗ്രഹം അവനുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് സോ ആ ഒരു ഇത് കൂടുതൽ ചാൻസ് ചിലപ്പോൾ റിയൽ മാഡ്രിഡിൽ നിന്നാലാണ് അവന് കിട്ടുക എന്ന് അവന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഐ ഡോണ്ട് നോ, ബട്ട് മേ ബി അതായിരിക്കും റീസൺ റിയൽ മാഡ്രിഡിലേക്ക് വരാനുള്ള. ബാലൻഡോർ അടിക്കണമെങ്കിൽ റയൽ മാഡ്രിഡിൽ മാത്രം വന്നിട്ട് കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം മേ ബി ഐ ഡോണ്ട് നോ, ബട്ട് ഇംഗ്ലണ്ടിലും പെർഫോം ചെയ്യണ്ടേ? ആദ്യം ഫിറ്റ് ആവണം. അവന് ആ മാച്ച് ഫിറ്റ്നസ് ഇപ്പോഴും ഇല്ലാന്നാണ് പലപ്പോഴും കാണുമ്പോൾ തോന്നുന്നത്, കളി കാണുമ്പോൾ. ബട്ട് വൺ തിങ് ഐ വിൽ അഷ്യൂർ യു, റിയൽ മാഡ്രിഡിൽ വന്നാൽ ഹി വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ മോർ അറ്റാക്കിംഗ് റോൾ. സോ ആ രീതി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ആ ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യണ ഒരു ടൈപ്പ് ഗെയിം റയൽ മാഡ്രിഡിലായിരിക്കും ഇപ്പം കിട്ടുക. ലൈക്ക് അർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ ഐ ഡോണ്ട് തിങ്ക് ഹീസ് ആസ് അത് അവനെ ഹാപ്പി അല്ല എന്ന് തോന്നുന്നില്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ക്ലിയർലി അവൻ്റെ സ്ട്രെങ്ത് ആ മറ്റേ ലോങ് ബോൾസ്, പാസിങ്, ഇതൊക്കെ തന്നെയാണല്ലോ. പക്ഷെ ഹി ഹാസ് ട്രിമെൻഡസ്ലി ഇംപ്രൂവ്ഡ് ഹിസ് ഡിഫെൻഡിങ്. ലൈക്ക് നമ്പേഴ്സ് ഒക്കെ ഭയങ്കര ഇംപ്രൂവ്ഡ് ആണ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ അത് ആസ് എ ടീം ഡിഫെൻഡ് ചെയ്യുമ്പോഴല്ലേ? പേഴ്സണലി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഐ തിങ്ക് റൈറ്റ് സൈഡിൽ ഇപ്പൊ അധികം മിസ്റ്റേക്സ് ഒന്നും അവിടെ വരാത്ത പോലെ എനിക്ക് ഫീൽ കവർ ചെയ്യുന്നുണ്ട്. ചെയ്യണോണ്ടല്ലേ? മേ ബി അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും കോനാട്ടറും ഗ്രാമ്പക്കും ഒക്കെ, ബട്ട് സ്റ്റിൽ എനിക്ക് എന്തോ റൈറ്റ് സൈഡ് സോളിഡ് ആണെന്ന് തോന്നുന്നു. മേ ബി. But then there are other options like Dumfries ഉണ്ട്, ഫ്രിംപോങ്. ഞങ്ങൾക്ക് കുറെ റൈറ്റ് ബാക്കിന് ഓപ്ഷൻസ് ഉണ്ട് പോവാൻ. ബട്ട് ട്രെൻഡ് തന്നെ ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് ലിസ്റ്റിൽ ആദ്യം. അവന്റെ പേര് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ ട്രെൻഡിനെ കൊടുത്തു കഴിഞ്ഞാൽ കോണർ ബ്രാഡ്ലി എന്ന് പറയുന്ന മൊത്തം അവിടെ ഉണ്ട്, അറ്റാക്കും ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്ന. അതാണ് പിന്നെ ഒരു ഗുണം. ടിൻഡു, നീ എന്താണ് ഒരുമാതിരി പോസ്റ്റ് അടിച്ച പോലെ നിൽക്കുന്നത്? ഒരുമാതിരി ഫ്രണ്ട്സ് സിനിമയിൽ വിജയിക്കുന്ന പോലെ ഉണ്ടല്ലോടാ. ഉരിയാടടാ സൂര്യ. മുഖത്ത് മാത്രം എന്താടാ ഒരു പ്രത്യേക വെളിച്ചം? അതെന്റെ ഗ്ലോ ആടാ, ഗ്ലോ, ഫേഷ്യൽ ഗ്ലോ. അതെ, 60 വാട്ടിന്റെ ബൾബാ. നീ പറയടാ ടിൻഡു, നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ എന്താ പറയണ്ടേ? നീ രണ്ട് വർത്താനം പറയ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ടീമൊക്കെ ഒന്ന് ആശുപത്രിയിൽ വരട്ടെ, എന്നിട്ട് പറയാം കുറിച്ച്. അല്ല നീ ഓക്കെ, അതൊക്കെ വിട്. നിനക്ക് റിയൽ മാഡ്രിഡ് വേഴ്സസ്, നീ ന്യൂട്രലാണല്ലോ. റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ ഗെയിമിൽ ആര് ജയിക്കുന്ന എനിക്ക് തോന്നുന്നു? റഫ് ആൻഫീൽഡിലല്ലേ കളി? എനിക്കെന്തോ ലിവർപൂൾ ജയിക്കും തോന്നുന്നു. അറ്റ്ലീസ്റ്റ് 1 ഗോളിന് ലീഡ്. വിനീഷ്യസ് ഒന്നും കളിക്കുന്നില്ലല്ലോ. എടാ അവനിൽ കാളിയൻ എംബാപ്പേൻ ഉണ്ട്, കാളിയൻ എംബാപ്പേൻ. എടാ റോഡ്രിഗോ വിനീഷ്യസും ഇല്ലാത്തത് എംബാപ്പയ്ക്ക് അപ്പൊ നല്ലതല്ലേ? എംബാപ്പെ ലെഫ്റ്റ് വിങ് കളിക്കുമല്ലോ. അതാണല്ലോ എല്ലാവരും പറയുന്ന പ്രശ്നം. എംബാപ്പയ്ക്ക് ലെഫ്റ്റ് വിങ് കൊടുക്കുന്നില്ല. ഇനി എംബാപ്പെ ലെഫ്റ്റ് വിങ് തന്നെ കളിക്കും ഫുൾ മാച്ച്. കണ്ടറിയണം കോശി വരാനുള്ള കളി. എനിക്കെന്തോ ലിവർപൂൾ അറ്റ്ലീസ്റ്റ് 1 ഗോൾ ലീഡോ അല്ലെങ്കിൽ വല്ല മേ ബി ഡ്രോ ആവാനും ചാൻസ് ഉണ്ട്. നീ പറകൂലാനെ, നിന്റെ പ്രഡിക്ഷൻ എന്താ? ലിവർപൂൾ ആര് ജയിക്കും? ഡ്രോ എന്തായാലും ആവില്ല. ഐ തിങ്ക് സിറ്റുവേഷൻ, ഗെയിം സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് ഞാൻ ഒരാഴ്ച മുമ്പാണെങ്കിൽ ഞാൻ പറയും എന്തായാലും ലിവർപൂൾ ജയിക്കുന്നത്. കഴിഞ്ഞ വീക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഐ തിങ്ക് വി ഹാവ് എ ചാൻസ് ദിസ് ഗെയിമിൽ. കളി കഴിഞ്ഞിട്ട് എടാ, കാരണം ഞങ്ങള് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു സെന്റർ ബാക്ക് പെയറിങ് കിട്ടിയത്.
കഴിഞ്ഞ 2 ഗെയിംസ് ആയിട്ടേ അത് സെറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഇനി ഒരിക്കലും അതിന്ന് ആഞ്ചലോട്ടി മാറില്ല എന്നുള്ള തീരുമാനം എടുത്തു. എന്തായാലും അവർ രണ്ടുപേരെ കളിക്കുള്ളൂ. റൂഡിഗറും മറ്റേ അസെൻസിയോ തന്നെ ആയിരിക്കും. അതിൽ നീ മാറ്റില്ല. കാരണം ബാക്കിയുള്ളവരില്ല. ഒന്നാമത് മിൽട്ടാവും ഇല്ല, ആലബ ഇല്ല, പിന്നെ ഇവരാരുമില്ല. ചൊവ്വാമേനിനെ കളിപ്പിക്കാൻ പറ്റില്ല, അവൻ ഇഞ്ചേർഡ് ആണ്. സോ ദർ ആർ നോ ഓപ്ഷൻസ്. സോ ബട്ട് ഇവർ രണ്ടുപേരും നന്നായിട്ട് ജെല്ലിയുണ്ട് രണ്ടുപേരും. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കളിയിൽ. അനദർ തിങ്, മോണ്ടി ഇല്ല. എനിക്ക് ഫെർലാൻഡ് മോണ്ടി കളിക്കുന്ന എല്ലാ കളിയും എനിക്ക് പേടിയാണ്. അവൻ ആ ഒരു ഹീസ് നോട്ട് ഇൻ ദ ഗെയിം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല അവന്. ഡിഫെൻസീവ്ലി ക്വാളിറ്റീസും എല്ലാം ഉണ്ട്, പക്ഷെ ഹിസ് ടൈം ഹാസ് ഗോൺ. അപ്പോൾ മിക്കവാറും ഫ്രാൻ ഗാർഷിയൊക്കെ ആയിരിക്കും. സോ ഞങ്ങൾ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈവൻ ദോ പൊസിഷൻ വൈസ് ഞങ്ങൾക്ക് അധികം പൊസിഷൻ ഉണ്ടാവില്ലെങ്കിലും കൗണ്ടർ അറ്റാക്സിൽ ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ഇത്തിരി പാട് തന്നെ ആയിരിക്കും. And you are saying like you will outscore the best scoring and best defending team in Premier League. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ലിവർപൂൾ ഹാസ് ബീൻ ഓവർ പെർഫോമിങ്. ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ടു ആർനെ സ്ലോട്ട്, എവറിത്തിങ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതൊന്നും ഞാൻ കുറ്റം പറയുന്നത്. ബട്ട് ജെനുവിൻലി ഞാൻ അവരുടെ കളികൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഐ ഫീൽ ദേ ഹാവ് റിയലി ഔട്ട് പെർഫോംഡ്. ആൻഡ് ലൈക്ക് അവരുടെ ഈ ഡിസൈസീവ് പ്ലെയേഴ്സിൻ്റെ കുറച്ച് പെർഫോമൻസസ് കാരണം മാത്രം ജയിച്ച കുറച്ച് കളികളുണ്ട്. എനിക്ക് അങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. ലൈക്ക് പല കളിയും ഭയങ്കര ബോറാണ് അവരുടെ കളി, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആൻഡ് വളരെ മോശമാണ് ഫസ്റ്റ് ഹാഫൊക്കെ. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് അതായിരിക്കും ഒരു വിൻഡോ. കാരണം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും കുറച്ച് പാടായിരിക്കും, കാരണം അവരുടെ ഹോമാണ്. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ നോക്കാം. Yeah. And I'm rooting for Liverpool. എനിക്കൊരു 2-0 വിക്ടറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, നിങ്ങൾ 2-0 വിക്ടറി എത്തുകയാണെങ്കിൽ അത് 4-0 വരെ ആവാം. കാരണം ഞങ്ങൾ പൊളിയാൻ തുടങ്ങിയാൽ പൊളിഞ്ഞുകൊണ്ടേയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. സോ മാക്സിമം ഒരു ഗോളിൽ നിർത്തണം അങ്ങനെ. പക്ഷെ അത് ഐ സീ എ വിൻ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ടെറിബിൾ ഫോർ us എന്ന് എനിക്ക് തോന്നുന്നു. ഓ, ഈ ടീം വെച്ച് ആൻഫീൽഡിൽ വന്ന് ജയിക്കും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് സമ്മതിച്ചു പോയി കേട്ടാ. ഇത് നന്നായി ബാക്ക് ഫെയർ ചെയ്യും. എടാ, അവര് ബാക്ക് പെയർ ചെയ്ത് കളിച്ച 2 ടീം ഏതൊക്കെയാ കളിച്ചത്? നീ പറഞ്ഞില്ലേ അവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചാണ് കളിക്കുന്നതെന്ന്. ഒന്ന് ലെഗാൻസ് ആണെന്ന് തോന്നുന്നു ഇന്നലെ കളിച്ചത്. ഏത് ടീംസിലല്ലേ ഇവര് കളിച്ചിട്ടുള്ളത്? അതിനു മുമ്പ് അലവസ് ആണെന്ന് തോന്നുന്നു. അല്ല, നല്ല അബദ്ധം ടീമല്ലടാ. അലാവസോ? ഇതിന് മുമ്പത്തെ വീക്ക് കളിച്ച ടീം ലാലിഗയില്. ഇല്ല, നീ പറഞ്ഞ ഈ സെന്റർ ബാക്ക് പെയറിംഗ് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഫുൾ 90 മിനിറ്റ്സിന്. മനസ്സിലായില്ല. നീ പറഞ്ഞ പെയറിംഗ് 90 മിനിറ്റ്സ് ആദ്യമായിട്ടാണ് കളിക്കണേ ലെഗാൻസിനായിട്ട്. അല്ലടാ, മിലിറ്റാവോ ആദ്യത്തെ 15 മിനിറ്റ് 10 മിനിറ്റിൽ തന്നെ പോയി. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ്, കാരണം ഞങ്ങളത് എക്സ്ട്രാ ടൈമും കളിച്ചു. മിലിറ്റാവോ ആദ്യം തന്നെ ഇഞ്ചുറി ആയി ആ ഗെയിം തുടക്കത്തിൽ തന്നെ. ഈവൻ ദോ അസെൻസിയോ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ഹി പ്ലേഡ് ലൈക്ക് 80+85 മിനിറ്റ്സ് എങ്കിലും ആ കളി. ആൻഡ് അസിസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ലോങ് ബോളും, നല്ല കളിയാണ്. അവൻ നല്ല പ്ലെയറാണ്. ആൻഡ് എനിക്ക് കുറച്ച് ഹോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ്ലി. അങ്ങനെ നേരത്തെ ഇതിന് മുമ്പ് കളികളിൽ പൊളിഞ്ഞ പോലെ പൊളിയെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഹീസ് ബെറ്റർ ദാൻ മിലിറ്റാവോ റൈറ്റ് നൗ. The thing is like ആ ഒരു ഡിഫൻസ് ഒരു റിയൽ ടെസ്റ്റ് ഫേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ടീമിനെതിരെ കളിച്ചോ എന്നുള്ളതായിരുന്നു. ഞാൻ ലാലിഗ കളിക്കുമ്പോഴും UCL മാച്ചസ് കളിക്കുമ്പോഴും ഞങ്ങളുടെ മെന്റാലിറ്റി വളരെ ഡിഫറെൻ്റ്. ഇപ്പം ഒസാസുവിനെ തന്നെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ടീമാണ് ഞങ്ങളുടെ ലീഗിൽ. കാരണം ബാർസലോണയെ പൊട്ടിച്ച ടീമാണ് അവർ. 4-2 ബാർസലോണയെ പൊട്ടിച്ചിട്ടുള്ളത്. ആൻഡ് അതിന് ശേഷം ഐ തിങ്ക് സോസിഡാഡിനെതിരെ അവർ
വലിയ വിൻ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ബട്ട് ദേ വൺ ദാറ്റ്. സോ ദേ ഹാവ് ബീൻ പെർഫോമിങ് വെൽ. അങ്ങനത്തെ ഒരു ടീം ലൈക്ക് കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവരെ പോയി പൊട്ടിക്കുന്നത്. അവർ കപ്പ് മാച്ചിലും ഫൈനലിനോ അങ്ങനെ എന്തോ അല്ലേ അവർ പൊട്ടിച്ച് ജയിച്ചത്. സോ ദേ ആർ ലൈക്ക് ടോപ്പ് 5 ഓർ ടോപ്പ് 4 ടീം ഇൻ ലാലിഗ. അങ്ങനെ വളരെ മോശം എന്താ അടിത്തട്ടിലുള്ള മറ്റേ ഈ എസ്പാനിയോൾ അങ്ങനത്തെ പോലത്തെ ഒരു ടീമൊന്നും അല്ല ഒസസുണ. ആൻഡ് ഈവൻ ഇഫ് യു ടേക്ക് മേ ബി ലഗാനസ്, ഓക്കെ, അവര് ടോപ്പ് ടീമൊന്നും അല്ല, അവര് ബോട്ടം ടീമാണ്. അത് ഞാൻ വലുതായി കണക്കാക്കുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കെമിസ്ട്രി. ഞങ്ങളുടെ ടീമിന്റെ കെമിസ്ട്രി നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ജനറലി. നിങ്ങൾ കളി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, മേ ബി കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും. ബട്ട് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ബാർസനെ പൊട്ടിച്ച ടീമാണ്. ബാർസ കത്തി നിൽക്കുന്ന ടൈം തന്നെയാണ് അവരെ പൊട്ടിച്ചത് ഹോമില് ഒസാസുണ. I mean, if you rate Barca as a good team, then Osasuna is not a bad team. They are like Tottenham of La Liga. Or Aston Anyways, Villa. let's go to the next topic. Syria title race. ഉയനെ നീ പറഞ്ഞോ, എന്താ നിനക്ക് അമ്മേ, Syria ഇതിനെ title വിളിക്കാൻ race നെ പറ്റി നിങ്ങൾ പറയാനുള്ളത്? കളി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. ഞാൻ ഒരു കളി കണ്ടിട്ടില്ല സീരിയ, ഞാൻ പ്രീമിയർ ലീഗ് ഹൈലൈറ്റ്സ് അല്ലാതെ. സൂപ്പർടാ. ഓക്കെ, എന്നാ ഞാൻ Highlights ഒരു റൗണ്ടിൽ പറയാം. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോവില്ല, കാരണം അത് ഒരുപാട് ടൈം വെറുതെ പോകും. ബേസിക്കലി സീരിയയില് അറിയാത്തവരുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് ലീഗ്. കാരണം ബാക്കിയുള്ള ലീഗ് പോലെ വലിയ ക്ലിയർ വിന്നേഴ്സ് ഒന്നും ഇല്ല. കാരണം നാപ്പോളിക്ക് ഇപ്പോൾ ഉള്ളത് 29 പോയിന്റാണ്. അതിന് താഴെയുള്ള 4 ടീം, അതായത് 5ാം സ്ഥാനം വരെ, അറ്റലാന്റ, ഇന്റർ, ഫിയോറന്റീന, ലാസിയോ, ഇവർക്ക് രണ്ടുപേർക്ക് 28 പോയിന്റാണ്. ഓൾ ആർ ഈക്വൽ. സോ 28, 28, 28, 28. ആൻഡ് ദെൻ യുവെന്റസ് 25. പിന്നെ ബാക്കിയെല്ലാം താഴെ. ബട്ട് ഈ ടോപ്പ് ആയി നിൽക്കുന്ന ടീംസ് എല്ലാം ലൈക്ക് ഒപ്പത്തിനോടൊപ്പമാണ്. സോ സീരിയ ഈസ് ആക്ച്വലി വെരി എക്സൈറ്റിംഗ് ലീഗ്. നല്ലൊരു ടൈമിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഓൾ വെരി സ്ട്രോങ് ടീംസ്. നമ്മൾ മേ ബി അവരുടെ കഴിഞ്ഞ UCL ചില പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അവരെ ഒന്നും അണ്ടർ റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ദേ ആർ ഓൾ അണ്ടർ റേറ്റഡ്. ആൻഡ് അവരെ മോശമായിട്ട് കളയാൻ പറ്റില്ല. ആൻഡ് കഴിഞ്ഞ സീസൺസ് കുറച്ചു കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയ ഒരു ടീം ഇന്ററാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ദാറ്റ് ഈസി ഫോർ ദം ദിസ് ഇയർ. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ദർ ആർ സം ഷൈനിങ് പ്ലെയേഴ്സ്. ലൈക്ക് ഇപ്പം ഈ നേരത്തെ ടിൻഡു പറഞ്ഞ ടോപ്പ് സ്കോർ ഉണ്ടല്ലോ, അറ്റലാൻഡയുടെ റെറ്റഗെ, അല്ലെങ്കിൽ ഫിയോറന്റീനയ്ക്ക് മോയ്സ്കീൻ ഉണ്ട് ടു ഗിവ് ദം അറ്റാക്ക്. ബട്ട് അറ്റാക്കിനേക്കാൾ ഉപരി ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഫിയോറന്റീന ബാക്ക് ടു ബാക്ക് ഇപ്പോൾ 7 വിൻ ഒരു ഗെയിംസ്, ഒരു 7 വിൻ സ്ട്രീക്കിലാണ് അപ്പം നിൽക്കുന്നത്. ആൻഡ് അതിനൊരു മെയിൻ കാരണം ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ് മാൻ. ഓ, അതെങ്കിലും നീ ഫോളോ ചെയ്യണ്ടല്ലോ. പ്ലെയർ ഓഫ് ദ മാച്ച് അങ്ങോട്ടായിരുന്നില്ലേ മോനെ, അവനെ എന്താ ഒരു ക്ലബ്ബ് ഇതുവരെ തൂക്കാഞ്ഞെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. കുറച്ച് കാലം അവൻ കളിക്കാൻ തുടങ്ങിയിട്ട്. And it's been like 10 games that he has played for Fiorentina, and massive difference. അവൻ വന്ന ശേഷം അവർക്ക് 5 ക്ലീൻ ഷീറ്റ് കിട്ടി. They only considered like 7 goals in these 10 matches, and most importantly ഡേവിഡ് ഹെയ്ക്ക് ഒരു അസിസ്റ്റും ഉണ്ട്. So he has multiple responsibilities. പണ്ടത്തെ ഡേവിഡ് മോനെ ഇതല്ല, നീ എന്ത് വിചാരിച്ച്? ഒരു ബോൾ കാലിലോട് തൊടുമ്പോ പേടി വരുന്ന ഡേക്കും. പിന്നല്ല, ഹീസ് ലൈക്ക് ദ ബെസ്റ്റ്. കറന്റ്ലി ഹീസ് ദ ബെസ്റ്റ് കീപ്പർ ഇൻ സീരിയ, അതിലൊരു ഡൗട്ടും ഇല്ല. അമ്മാരി പെർഫോമൻസസ് ആണ് ബാക്ക് ടു ബാക്ക്. സോ ഹീസ് ഗെറ്റിംഗ് ഇൻ ടു ഫോം. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലെയർ ആണ്. ഞങ്ങളുടെ സ്പെയിനിൻ്റെ ഗോൾ കീപ്പറും ആയിരുന്നു. ബട്ട് ഐ എം ഹാപ്പി ഫോർ ഹിം. പക്ഷേ ഐ മീൻ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഗെയിംസ് ഒന്നും നിങ്ങൾ കാണാത്തതുകൊണ്ട് അത് ബോറിംഗ് ആയിരിക്കും. ഞാൻ പറയണം വിചാരിച്ചു, ബട്ട് വിട്, നീ പിന്നെ പറയാം. നീ പറ, എന്ത് ഗെയിംസാ? നീ പറ, ഡീറ്റെയിൽസ് പറ. പറയാനുള്ളത് പറയടാ, ഒന്നും മനസ്സിൽ വെച്ച് കിടക്കരുത്.
അണ്ണന്റെ ബൈസൈക്കിൾ കേക്കിനൊക്കെ നീ കുറിച്ച് പറയടാ. ഒന്നുമില്ലെങ്കിൽ അത് പറഞ്ഞോ. ബൈസൈക്കിൾ ഇവൻ ഏതിനെ പറ്റി പറയുന്നത്? അണ്ണൻ ബൈസൈക്കിൾ അടിച്ചോ പോലും അറിഞ്ഞിട്ടില്ല പാവം. നിന്റെ അണ്ണൻ ബൈസൈക്കിൾ അടിച്ചില്ലേ? ഓ അത് മറ്റേ പോർച്ചുഗലിന്റെ. ഓ അത് ഡിമരി ഇന്നലെ ഒരു ബൈസൈക്കിൾ അടിച്ചു. ഡിമരി ഇന്നലെ ഒരു ഹാട്രിക് വിത്ത് ബൈസൈക്കിൾ അടിച്ചു. ആ ഡിമറിയ മോനെ, അത് പൊളി സാധനം. ഹാട്രിക് അത് വേറെ ലെവൽ ഗോള്. അത് 30 മിനിറ്റിൽ അങ്ങോട്ട് അടിച്ചെന്ന് തോന്നുന്നു അല്ലേ? 30 മിനിറ്റ്സ് ഹാട്രിക്. മാൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഐ തിങ്ക് അർജന്റീനയുടെ ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ഡിമറിയ തന്നെയാണ്. കാരണം മോശമായ സമയത്തും അവനാ കളിച്ചിരുന്നത്. അവര് നന്നായിരിക്കണ കാലവും അവൻ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹീസ് ഓൾവേസ് ഗ്രേറ്റ്. അതിന് പണ്ട് ഐ തിങ്ക് ഡിമറിയ ഭയങ്കര ഷൈനിയാണ്. കാരണം അവൻ പണ്ടെന്തോ ഭയങ്കരമായി ഒരു അടിപൊളി ഡ്രിബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. മറ്റേ ജഗിൾ ചെയ്തിട്ട് 2 കാലും ജഗിൾ ചെയ്തിട്ടുള്ള ഒരു സാധനം. അത് നിങ്ങൾ കണ്ട അവന്റെ ഡ്രിബിളിങ് പണ്ടത്തെ? മറ്റേ സൈഡ് ഇതില് ടച്ച് ലൈൻ അല്ലല്ല, അതിനൊക്കെ മുമ്പ്. ഇത് അവന്റെ ചെറുപ്പത്തിൽ യങ്ങർ ഡേയ്സിലുള്ള. അപ്പൊ ഇപ്പൊ ഫുൾ ഡിമറിയ മീംസും അതൊക്കെയാണ്. ആൻഡ് ബെൻഫിക്ക ഈസ് ലവിങ് ഇറ്റ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? Anyways, let's talk about Premier League again. Manchester United have their new coach, Ruben Amorim. റൂബൻ അമോറിമിന്റെ ഫസ്റ്റ് മാച്ചിൽ 2ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചപ്പോൾ റെഡിറ്റിൽ ഒരു പോസ്റ്റ് ചെയ്യാൻ കാണിച്ചു, ജസ്റ്റ് ഗീവ് us the title already എന്നൊക്കെ. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ. ഞാൻ പറഞ്ഞു അനിയാന്നിൽ. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പ് തിരിച്ചു കിട്ടി. അത് ഇപ്സ്വിച്ചിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു ആ 30 മിനിറ്റ്. എന്റെ ഡിലാപ്പ് ഗോൾ അടിച്ചില്ലടാ, ഓനാനെ കള്ളാ പന്നി. ഓനാനെ അത് പറയേണ്ട ഒരു സാധനം. ഓനാന മേ ബി ഒരു പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കറന്റ്ലി. അത് നിങ്ങൾ കണ്ടല്ലേ? പറയാൻ കഴിഞ്ഞ എപ്പിസോഡെ ഞാൻ പറഞ്ഞല്ലോ. എനിക്കും വലിയ അങ്ങനെ കളി അങ്ങനെ കത്തി ജയിക്കുന്നൊന്നും ഇല്ല, എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിട്ടൊന്നില്ല. പക്ഷെ ഇപ്സിച്ചിനെതിരെ അങ്ങനെ ക്ലിയർ ചാൻസസ് കുറവായിരുന്നു. ലൈക്ക് അത്രയും കുറെ ഗോൾ സ്കോറിംഗ് ചാൻസസ് കിട്ടിയിട്ടില്ല ആ ഗെയിമില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ലൈക്ക് നല്ല XG ഉള്ള ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദേ ഡിഫെൻഡഡ് വെൽ ഇപ്സ്വിച്ച്. മേ ബി ആ ടീമിന്റെ കോഹഷൻ ഇപ്പോഴും വന്നിട്ടില്ല. ലെറ്റ്സ് ഗിവ് ഹിം സം മോർ ടൈം. ഒരു പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ തന്നെ അവനെ കൊണ്ട് പ്രീമിയർ ലീഗ് അടിപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്ലേയേഴ്സിന് ഒരു കോൺഫിഡൻസ് വരുന്നേ ഉള്ളൂ. ലൈക്ക് അവരെ റോളിലുള്ള ചേഞ്ചസും അതിനെ കുറിച്ച് ഇപ്പൊ അടുത്തുള്ള ഈ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നല്ലോ, പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂല്. നീ പറഞ്ഞ പോലെ 3-man ബാക്ക് സെന്റർ ബാക്ക് ആണ് കളിക്കുന്നത്. ജോണി വാൻസിനൊക്കെ എടുത്ത് കളിപ്പിച്ചിട്ടുണ്ട് ആശാൻ. ഡാലോ ഇന്നലെ ബാക്ക് കളിച്ച, ഡിഫൻസിലാ കളിച്ച അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ആയിട്ട് കളിച്ചേ? അവൻ വിങ് ബാക്ക് അല്ലേ കളിച്ചേ? അല്ല, അവര് 3-4-3 ആണടാ അവരുടെ ഫോർമേഷൻ. 3-4-3 മസുറോയി ആയിരുന്നു അപ്പൊ ബാക്ക് നിന്നേ. മസുറാവി റൈറ്റ് ബാക്ക്, ഐ മീൻ റൈറ്റ് സെന്റർ ബാക്ക്, റൈറ്റ് വിങ് ബാക്ക്. റൈറ്റ് സെന്റർ ബാക്ക് അല്ല, റൈറ്റ് വിങ് ബാക്ക് അമാഡ് ഡിയാലോ ചെക്കനെ കളിപ്പിച്ച്. ലെഫ്റ്റ് വിങ് ബാക്ക് ഡാലോ. അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഐ തിങ്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് നടന്നത് കളിയിൽ. ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു, ഡ്രോ ആവുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ലോ സ്കോറിംഗ് ഗെയിം ആയിരിക്കും തന്നെ ഞാൻ വിചാരിച്ചു. കാരണം ഒന്ന്, ഇവരാരും 3 at the back അങ്ങനത്തെ ഫോർമേഷൻ കളിച്ച പ്ലേയേഴ്സ് അല്ല കാലങ്ങളായിട്ട്. 2, അവൻ കളിക്കുന്ന ഒരു സിസ്റ്റം വളരെ ഡിഫറെൻ്റ് ആണ് ടു ഓൾ ദ ട്രഡീഷണൽ പ്രീമിയർ ലീഗ് സിസ്റ്റംസ് എല്ലാം. ഐ തിങ്ക് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ കളിച്ചിരുന്ന ആകെ ടൂച്ചലിന്റെ ചെൽസി മാത്രം തോന്നുന്നു അവര്. സോ അതുകൊണ്ട് മേസൺ മൗണ്ട് നല്ലൊരു അഡീഷൻ ആണ്. കാരണം മേസൺ മൗണ്ടിന് ആ സിസ്റ്റത്തിൽ എങ്ങനെ കളിക്കണം, അതിലെങ്ങനെ ഷൈൻ ചെയ്യണം എന്നറിയാം. അവൻ അതിൽ പല പൊസിഷൻസിലും കളിച്ച് ഷൈൻ ചെയ്ത പ്ലെയർ ആണ്. സോ ഐ സി എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ മേസൺ മൗണ്ട്. 3, എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹി ഹാസ് ദിസ് ഹാബിറ്റ് ഓഫ് ലൈക്ക് ട്രഡീഷണൽ വിങ്ങേഴ്സിനെ
ഫുൾ ബാക്സ് ആക്കാൻ അല്ല സോറി വിങ് ബാക്സ് ആക്കാനുള്ള ഒരു നേച്ചർ ഉണ്ട് ഈ ഒരു മാനേജർ. അവനത് പലപ്പോഴും പഴയ ലൈക്ക് സ്പോർട്ടിംഗ് സി പിയിലുള്ളപ്പോൾ തന്നെ അങ്ങനെ പഴയ പ്ലേയേഴ്സിനെ ലൈക്ക് വിങ്ങേഴ്സ് ആയിരുന്ന പ്ലേയേഴ്സിനെ വിങ് ബാക്സ് ആക്കി മാറ്റി അവർ അതിൽ ഷൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് യങ് പ്ലേയേഴ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചിട്ട് ഹി ഹാസ് ഷൈൻഡ് ഇൻ ദാറ്റ് ഒരു കാലിബർ. അപ്പോൾ ഹീസ് റിയലി ഗുഡ് അറ്റ് ദാറ്റ്. യങ് ടാലൻസിനെ മാറ്റി മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ആമോറിമിന് നല്ല കഴിവുള്ളൊരു മാനേജർ തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ദേ ഡി നോട്ട് പ്ലേ ദ ഒപ്റ്റിമൽ പ്ലേയേഴ്സ് ഇൻ ഒപ്റ്റിമൽ പൊസിഷൻ. കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. ലൈക്ക് അടിച്ചേൽപ്പിച്ച് അവൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ എല്ലാവരും കൊണ്ട് അതിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം ഒബ്വിയസ്ലി അവർക്ക് എവിടെയാ നിൽക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് അതൊന്നും മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു സ്റ്റേജിൽ. കാരണം ആകെ 5 ദിവസം എത്രയോ ഒരാഴ്ചയും കൂടെ കിട്ടില്ലാവുന്നു ട്രെയിൻ ചെയ്യാൻ. സോ അത്രയും കുറഞ്ഞ സമയത്തിൽ പുതിയൊരു സിസ്റ്റം, കംപ്ലീറ്റ്ലി പുതിയൊരു ഐഡന്റിറ്റി, സ്റ്റൈൽ ഓഫ് പ്ലേ ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടഫായ കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് അമാഡ് ഡിയാലോ ഡിഡ് എ ഗ്രേറ്റ് ജോബ് റിലേറ്റീവ്ലി. കാരണം ഹി ഹാസ് ടു ഡിഫെൻഡ്. ആൻഡ് ഡിഫെൻഡിങ് ഒരിക്കലും ഒരു അറ്റാക്കർക്ക് ഡിഫെൻഡിങ് ഫ്രം സ്ക്രാച്ച് നന്നായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. ഭാഗ്യത്തിന് എപ്സ്വിച്ചിന് ലെഫ്റ്റ് വിങ്ങിൽ ലീഫ് ഡേവിസ് ആയിരുന്നു, അതുകൊണ്ട് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് വിങ്ങിൽ വേറെ ഏത് പ്ലെയറാണ്, മാർട്ടിനെല്ലിയോ ഏത് ടീമാണെങ്കിലും നല്ല കണക്കിന് മേടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ. സോ ദേ വിൽ ടേക്ക് ടൈം. എനിക്ക് തോന്നുന്നില്ല ഷോർട്ട് ടേമിൽ ഇപ്പം പൊതുവെ ഒരു പുതിയ മാനേജർ വന്നാൽ ഒരു ടീമിന് ബൂസ്റ്റ് ഉണ്ടാവും. അവർ ഇൻസ്റ്റന്റ്ലി ഒരു മാനേജർ ബൂസ്റ്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവർ ട്രഡീഷണൽ സിസ്റ്റംസ് കളിക്കുന്നതാണ്. ഇതങ്ങനെയല്ല, അത് പുതിയൊരു ഐഡന്റിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അതൊരിക്കലും ഷോർട്ട് ടേമിൽ എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല പാടായിരിക്കും. നീ പെട്ടെന്ന് മാറാൻ പോകുന്നില്ല. 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞിരുന്നു അമോറിം വുഡ് ബി എ ഫെയിലിയർ ജസ്റ്റ് ലൈക്ക് എവരിബഡി എൽസ്. യു സ്റ്റിക്കിംഗ് വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? യെസ്, കാരണം അതിന് വേറൊരു റീസൺ ഉണ്ട്. കാരണം I don't think United has the quality to keep his style of play. എന്നുവെച്ചാൽ Why can't they buy ഇപ്പോഴും players? അത് ചെയ്യുമോന്ന് അറിയില്ല. അത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഐ മീൻ യുണൈറ്റഡ് ഡെഫിനറ്റ്ലി അവർ കുറെ കാശ് പൊട്ടിക്കുന്ന ക്ലബ്ബാണ്. ബട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും ഈ സ്റ്റാർ പ്ലെയേഴ്സ് അങ്ങനത്തെ കൊണ്ടുവരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഹാരി അമാസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് യുണൈറ്റഡിന്റെ അക്കാഡമി. ഹീസ് പെർഫെക്റ്റ് ഫോർ ദാറ്റ് ലെഫ്റ്റ് ബാക്ക്, ഐ മീൻ ലെഫ്റ്റ് വിംഗ് പൊസിഷൻ. അവൻ അടിപൊളി ക്രോസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ചെക്കനാണ്. അവനെയൊക്കെ കൊണ്ടുവന്ന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അത് അമോറിം ആണ് ആ കംപ്ലീറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ക്ലബ്ബ് നന്നാവും. പക്ഷെ ഒബ്വിയസ്ലി ബാക്കിയുള്ള മാനേജ്മെന്റ് ഓണേഴ്സോ അങ്ങനെയൊക്കെ ഇവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. മീഡിയം ടേമിൽ അവന്റെ പ്ലാൻ ഒന്നും വർക്കാവുന്നില്ല, പിന്നെയും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവനെ ബാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഫാൻസ് ആയിക്കാൻ അളകും, അവനെ സാക്ക് ചെയ്യും. സോ അവന് ആ ഒരു ടൈം തന്നെ കിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഞാൻ പറയുന്നത് മനസ്സിലായോ എന്താണ്? ഇപ്പൊ ക്ലോപ്പ് ഒക്കെ വന്ന ടൈമിന് ക്ലോപ്പിന് ആ ടൈം കൊടുത്തിരുന്നു ലിവർപൂൾ. ദേ ട്രസ്റ്റഡ് ഹിം ആൻഡ് ദേ ഗേവ് ഹിം ടൈം. ആൻഡ് ക്ലോപ്പ് ഹാഡ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഐഡിയ ഓഫ് ഫ്രം വാട്ട് ലിവർപൂൾ യൂസ് ടു പ്ലേ ബിഫോർ ഹിം. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ടൈം എടുക്കും. കാരണം മാനെ ഒന്നും പ്രസ് ചെയ്യുന്ന ടൈപ്പ് വിങ്ങറേ ആയിരുന്നില്ല. ആൻഡ് ഹി ഇംപ്ലിമെന്റഡ് ദാറ്റ് ഗഗൻ പ്രസ്സിങ്, ഹൈ ഇന്റൻസിറ്റി റോക്ക് ആൻഡ് അത് ടൈം എടുത്തുവല്ലോ ആ പ്ലേയേഴ്സ് ഒക്കെ ആ ഒരു ലെവലിൽ എത്താൻ. സാലയ്ക്ക് പോലും അന്ന് ഫിറ്റ്നസ് വളരെ കുറഞ്ഞ ഒരു പ്ലെയർ ആയിരുന്നു. ഇന്ന് നോക്കുന്ന സാലയല്ല അന്ന്. സോ അങ്ങനെ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ക്ലോപ്പിന് എത്ര ടൈം എടുത്തോ ഏകദേശം അതേപോലെ തന്നെ ഏത് മാനേജർക്കും എടുക്കും ഇത്രയും കോമ്പറ്റീറ്റീവ് ആയ ഒരു ലീഗിൽ. സോ ആ ടൈം കൊടുക്കണം. ആ ടൈമിനുള്ളിൽ ഐ തിങ്ക് അവനെ സാക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫാൻസ് ആർ ഫ്രസ്ട്രേറ്റഡ്. മാൻ യുണൈറ്റഡ് ഫാൻസിനെ അറിയാലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കരകയറ്റൂടോ ഈ ക്ലബില്? അതാണ് ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ട് അതേപോലെയല്ലോ. ഇപ്പൊ തൊട്ടേ തുടങ്ങണം. ഇപ്പൊ തൊട്ട് ആ ഒരു യങ് പ്ലേയേഴ്സിനെ കൾച്ചർ തുടങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ടെൻഹാഗിന് കൊടുത്ത പോലത്തെ 600 million ബഡ്ജറ്റ് അല്ലെങ്കിൽ 700 million ബഡ്ജറ്റ് ഇവന് കിട്ടുകയാണെങ്കിൽ മേ ബി ഐ തിങ്ക് ഹി ക്യാൻ ഡു ബെറ്റർ ദാൻ ടെൻഹാഗ്.
Hmm. I I wouldn't, feel he's I wouldn't very say they similar would be to Ten super Hag successful, but in yeah. terms of results. എന്താണ്? എനിക്ക് തോന്നുന്നു ടെൻഹാഗിനെ പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു എനിക്ക് അമോറിം കാണുമ്പോൾ. ഐ ഡോണ്ട് സീ എ ഡിഫറെന്റ് ഇൻ പ്രൊഫൈൽ. രണ്ടുപേരുടെയും പ്രൊഫൈൽ തമ്മിൽ എനിക്കൊരു വ്യത്യാസം തോന്നില്ല. ആകെ ഒരു ഡിഫറൻസ് ഉണ്ട്, ടെൻഹാഗിന് ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു കളിയിൽ. അമോറിം ഹാസ് എ ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ഹീസ് ഗോയിങ് ടു ഡു ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. ഇനി പ്ലേയേഴ്സ് അതിനനുസരിച്ചിട്ട് വരുമോ, ട്രെയിൻ ചെയ്ത് വരുമോ, അതിനനുസരിച്ച് എല്ലാം ഫിറ്റ് ഇൻ ആവുമോ എന്നുള്ള കാര്യം മാത്രമാണ് എൻ്റെ ഡൗട്ട്. മനസ്സിലായോ? അവൻ ഒരിക്കലും അവൻ്റെ ആ 3 at the back 3-4-3 അല്ലെങ്കിൽ 3-5-2 എന്നോ മാറാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഹി വിൽ ഓൾവേസ് പ്ലേ ദാറ്റ്. സോ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഐഡന്റിറ്റി. ആൻഡ് മാൻ യുണൈറ്റഡ് എല്ലാ കളിയും ഒരുപോലെ ആയിരിക്കും, അത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ സീസൺ എങ്ങനെയാണ് അവർ കളിക്കാൻ പോകുന്നത് അവർക്ക് പോലും അറിയില്ല. Just sticking to the plan. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വാട്ട് ഇഫ് ദേ ബ്രിങ്സ് വിക്ടർ ഗ്യോക്രസ്? അതൊക്കെ വേണം. എടാ, ഹോയ്ലൻഡ് ഇസ് വെരി സിമിലർ ടു വിക്ടർ ഗോയ്ക്രസ്. പൊട്ടൻഷ്യലും ഉണ്ട്. ഗ്യോക്രസിനെ കൊണ്ടുവന്നോണ്ട് വലിയ ഇങ്ങനെ വലത്താനൊന്നും പോണില്ല. ഏയ് ഗ്യോക്രസ് അവന്റെ അടിയിൽ He വളരെ is my favorite ബാഴ്സലോണയിലാ പോകുന്നു. ഈ സീസൺ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ഗ്യോക്രസ് ആണ്. ഗോക്രസിന്റെ മറ്റേ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടില്ലേ? നോബഡി കെയർ അണ്ടിൽ ഐ പുട്ട് ഓൺ എ മാസ്ക്. പോലീസാണ്. ഓ എടാ, അവന്റെ ഫ്രീ കിക്ക് കണ്ടോ നിങ്ങള്? So many buts and ifs. ഇല്ലടാ, കണ്ടില്ല. അടുത്ത കളി അവർക്ക് സ്പോർട്ടിങ്ങിന് ആർസണലായിട്ടാ UCL. അതിലറിയാം തനി നിറം. അതിലും അവനെ അടിച്ചാലും ഞാൻ സമ്മതിച്ചു. അല്ല, ഇപ്പൊ അവരുടെ മാനേജർ ഇപ്പൊ ആരാ? അമോറിം പോയതിനു ശേഷം വേറെ ആരാ വന്നപ്പോ? ആരാ അറിയില്ല, ഇന്ററിം ആരാന്നറിയില്ല. നോ ഐഡിയ, ഞാൻ നോക്കിയിട്ടില്ല. ഐ തിങ്ക് ഫോർ ടുഡേ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? എന്താ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐ തിങ്ക് എന്ന് മാത്രം കേട്ടു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. I think that's it for this episode. കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോന്ന്? അതാണോ നീ പറയാൻ ഉദ്ദേശിച്ചത്? അവിടെ ഇന്റർ മിലാൻ ആർസണലിനെ പൊട്ടിച്ചു 1-0 കഴിഞ്ഞ. അത് UCL അവന്മാര് പൊട്ടിച്ചില്ലേ? ഇന്റർ മിലാന്റെ ഫോം ആയിരുന്നല്ലേ. അത്ലറ്റിക്കോ PSG-നും പൊട്ടിച്ചു അല്ലേ? എടാ, ഡേവിഡ് കൂട്ടിനെ പറ്റി നീ എന്താ പറഞ്ഞത്? നീ എന്തോ പറയണ്ടായതല്ലോ, രമണൻ. ഡേവിഡ് കുണ്ട് ഇഷ്യൂ. അത് ഭയങ്കര ഇഷ്യൂ ആണ്. ഈ അടുത്ത് ലൈക്ക് നീ ഓർമ്മിച്ച നന്നായി, ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. റെഫറി ഡേവിഡ് കൂട്ട് പ്രീമിയർ ലീഗ് ലെവൽ ഓഫ് ദ ടോപ്പ് റെഫറി ആയിരുന്നു. അയാളുടെ ഒരു വീഡിയോ പുറത്തു വന്നു. അല്ല, അയാൾ പറയുന്ന ലിവർപൂൾ ആർ ഷൈറ്റ്, ക്ലോപ്പ് ഈസ് ഷൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി കൊണ്ടുവന്നു. ആൻഡ് അത് ഭയങ്കര കോൺട്രവേഴ്സി ഇതായി. കാരണം പബ്ലിക്കലി ഒരു ടീമിനെ ബയസ്ഡ് ആക്കിയിട്ട് പുള്ളി ഒരു കോച്ച്, ഐ മീൻ ഒരു റെഫറി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സോ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇനഫ് ഇയാള് പണ്ട് റെഫറിങ് ചെയ്ത കുറെ കളികൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കുറെ ഡിസിഷൻസ് ഇത് റിയൽ മാഡ്രിഡ് അല്ല ലിവർപൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ഇൻസിഡന്റ് മാത്രം പറയാം. 2021 കൊറോണ കഴിഞ്ഞിട്ടുള്ള അടുത്ത സീസൺ, തുടക്കത്തിൽ കുറച്ച് കൊറോണ ആയതുകൊണ്ട് ലോക്ക്ഡൌണിൽ കളിച്ച കളികളില്ലേ, അതിലൊരിക്കൽ എവർട്ടൺ വേഴ്സസ് ലിവർപൂൾ മാച്ച് 2-2 ആയിട്ടാണ് മാച്ച് എൻഡ് ചെയ്തത്. പക്ഷെ അതിനിടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഫസ്റ്റ് ഹാഫിൽ പിക്ഫോർഡ് ബോക്സിനുള്ളിൽ നിന്ന് വാൻഡേക്കിനെ ഫൗൾ ചെയ്തിട്ട് വാൻഡേക്ക് കാലൊടിഞ്ഞ് ആ സീസൺ മൊത്തം ആശുപത്രിയിലായി. ആ ബോക്സിനുള്ളിൽ കൊടുത്ത ആ ചവിട്ടിന് VAR വിധിച്ചു. പെനാൽറ്റിയും ഇല്ല, ഫ്രീ കിക്കും ഇല്ല, ഒരു തേങ്ങയില്ല. അന്ന് VAR ബോക്സിലിരുന്ന ഡാഷ് മോനാണ് ഈ ഡേവിഡ് കൂട്ട്. നിങ്ങൾ ആ ചാലഞ്ച് കണ്ടിട്ടുണ്ടോ? ബോധമുള്ള ഒരുത്തനും അത് പറയില്ല അത് ഫൗളല്ലാന്ന്. അമ്മാതിരി ചില സാധനങ്ങൾ. അതുപോലെ തന്നെ ലൈക്ക് ഡിസിസീവ് ആയിട്ട് 2 ഇതുണ്ടല്ലോ,
ഒരു പോയിന്റിന് ഞങ്ങൾക്ക് ലീഗ് മിസ്സായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതിലും സിറ്റിക്ക് ഫേവറിങ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് റഫറിങ് ചെയ്യുന്ന സമയത്ത് ഡേവിഡ് കൂട്ടർ ചെയ്ത പോലെ കാണുന്നുണ്ട്. സോ വൈ ഓൾവേസ് അസ്? കഴിഞ്ഞ സീസൺ എത്ര 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 അപരാധങ്ങൾ ഞങ്ങൾക്കെതിരെ. കുഴപ്പമില്ലടാ, ഈ സീസണിലെ നീ ഹാപ്പി ആവ്. പറയാൻ പറ്റട ഒന്നും. ലിവർപൂൾ ഫാൻസിനെ ഒന്നും ആർക്കും ഇഷ്ടമല്ല. അതാണ് പ്രശ്നം. അത് പിന്നെ ഏത് ടീം നന്നായിട്ട് അവർ പെർഫോം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഹേറ്റ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവും. അത് ഏത് ക്ലബിന് നോർമൽ അല്ലേ. ഇപ്പൊ മാൻ സിറ്റിക്ക് ഉള്ള അത്ര ഹേറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു. എടാ ഹൈറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു ബയസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് പൈസ വേണം മോനെ. കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാലും എത്ര ഡിസിഷൻസ് ആണോ, അത് ഞാൻ ഒരിക്കൽ പറഞ്ഞ. പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം, എത്ര ഡിസിഷൻസ് ആണ് ഞങ്ങൾക്ക് എതിരെ പോയിട്ടുള്ളത് എന്നാണ്. അത് VR ചെക്ക് ചെയ്ത ഡിസിഷൻസ് വരെ പോകുന്നു. ആൻഡ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഡേവിഡ് കൂട്ട് വരുന്നു. ഇനി ഐ വണ്ടർ എത്ര റെഫറീസ് ഇതുപോലെ ഉണ്ടാവും. അത് നാളെ റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ കളിയാണെന്ന് പറയാം. നോക്കാം എന്തായാലും. എനിവേസ്, വി ആർ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ക്ലബ് ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ. അതാർക്കും ദഹിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ദഹിക്കണം. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇങ്ങനെ എടുത്തു പറയേണ്ടി വരും. ആ ടാഗ് കൂടി ഷുണ്ണി ഇവിടെ ഇല്ലാത്ത ഭാഗ്യം. ഇവൻ ഈ MLS ഫുട്ബോളിൽ മോസ്റ്റ് ഡെക്കറേറ്റഡ് ക്ലബാണെന്ന് പറയുമ്പോൾ ഉള്ള ശേഷി പോലും ഇല്ല ഇവന്റ്. അതെ, MLS നമ്മൾ 1-2 കൊല്ലം കളിച്ചുള്ളൂ കേട്ടാ. ഇക്കൊല്ലം പുറത്തായാലോ? ഇക്കൊല്ലം ഫുൾ സ്ട്രെങ്തിലല്ലേ കളിച്ച്. അതൊക്കെയായിരുന്നു. അതുകൊണ്ടൊന്നും മെസ്സി കേരളത്തിൽ വരും. അതൊക്കെ അത്രേ ഉള്ളൂ. എടാ എന്തായാലും ടിക്കറ്റ് എടുക്കണം കേട്ടോ. കളി കാണാൻ പോകണ്ട. ഇനി അവസാനം മെസ്സിനെ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ല. സ്റ്റേഡിയം കത്തിക്കും ഞാൻ. ഇതിന് നെയ്മർ ഒന്നുപോലെ ആവും. എനിക്ക് നല്ല ഇതടിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്നു. കുറച്ച് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തോ, നമുക്ക് കാലി പോസ്റ്റിൽ ബ്ലാക്കിൽ വെക്കാം. എടാ നമുക്കുള്ളത് കിട്ടുമോ നോക്കട്ടെ. അതില് 4 പീസ് കുടിക്കാം ഒരു സീറ്റ്. മടിയിലൊക്കെ ഇരിക്കുന്നു. അതിലൊരുത്ത റൊണാൾഡോന്റെ ജേഴ്സി ഇട്ടിട്ട് വരുന്ന പറഞ്ഞ ഒരുത്തുണ്ട്. എടാ അതന്നെ പറയാം, ആദ്യം ടിക്കറ്റ് ഇട്ടേ. നമ്മളെക്കാട്ടി വലിയ ഭ്രാന്തന്മാരാണ് നമ്മുടെ കൂടെ ഉള്ള നാട്ടുകാര്. മിഷിഹാന്ന് കേട്ടോണ്ടല്ലോ സ്വന്തം അപ്പനെ വരെ വെട്ടിക്കൊല്ലും. വീടൊക്കെ പണയം വെച്ചിട്ട് വരും. Anyways, I think that's it for this episode, right, guys? Yes. How about we end it? Thank you so much for tuning into the Galpost Talks. See you soon in the next episode. Bye. Solar.